പിന്നെ വഖിറാഅത്തു സീറത്തിഹി, നബി തങ്ങളുടെ ചരിത്രം പഠിക്കണം, അവിടുത്തെ സീറ വായിക്കണം, ജീവചരിത്രം നമ്മൾ അറിയണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സീറ നമ്മൾ അറിയണം. ഹബീബായ തങ്ങളുടെ ചരിത്രം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ യുവതലമുറ ഹബീബിനെ അറിയണം. അവിടുന്ന് നമ്മുടെ ഖുദ്വത്താണ്, നമ്മുടെ മാതൃകയാണ്. എങ്ങനെയാണ് ഹബീബ് മാതൃകയാകുന്നത് നമ്മളത് അറിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ഒരുപാട് പഠിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ പറഞ്ഞു വഖിറാഅത്തു ഹദീസിഹി, ഹദീസ് പഠിക്കണം. ചില ഹദീസുകളൊക്കെ രണ്ട് വാക്യങ്ങളുണ്ടാവും. ലാ തഗ്ളബ്, ഹദീസാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. രണ്ട് വാക്യമുള്ളൂ, ഹദീസാണ്. 100 ഹദീസോ 1000മോ 5000മോ എത്രയാണ് ഹദീസുകൾ, ചെറിയ ചെറിയ ഹദീസുകൾ പഠിക്കാൻ പറ്റിയത്. അത് പഠിക്കാൻ നമ്മളെ കൊണ്ടായില്ലെങ്കിൽ എന്ത് ഹുബ്ബാദങ്ങളോട്. പിന്നെ അവസാനത്തേത് ആലിമീങ്ങൾ പറയാണ് വസുഹ്ബത്തുൽ മുഹിബ്ബീൻ, പുണ്യൻ ഹബീബായി തങ്ങളെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളുടെ കൂടെ ഇരിക്കണം. മഹബ്ബത്തിൻ്റെ സദസ്സുകൾ, മൗലിദിൻ്റെ സദസ്സുകൾ മഹബ്ബത്തിൻ്റെ സദസ്സുകളാണ്. സ്വലാത്തിൻ്റെ മജ്ലിസുകൾ മഹബ്ബത്തിൻ്റെ മജ്ലിസാണ്. ഇൽമിൻ്റെ മജ്ലിസുകൾ മഹബ്ബത്തിൻ്റെ മജ്ലിസാണ്. പുണ്യനബി തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന മജ്ലിസുകൾ മഹബ്ബത്തിൻ്റേതാണ്. മഹബ്ബത്തിൻ്റെ പ്രത്യേകത ഉണ്ട്, അത് പടരും. മഹബ്ബത്തിൻ്റെ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ ആ സ്നേഹം നമ്മളിലേക്ക് പടരും, നമ്മുടെ ഖൽബിലേക്ക് പടരും. അങ്ങനത്തെ ഒരു മജ്ലിസായി നമ്മുടെ മജ്ലിസിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. അലമ ഇബ്നുൽ അറബി തങ്ങൾ പറഞ്ഞ ഒരു വലിയൊരു ആശയമാണത്, സുഹ്ബത്തുൽ മുഹിബ്ബീൻ. മുഹിബ്ബീങ്ങളുടെ കൂടെ ചെന്നിരിക്കണം, മഹബ്ബത്തുള്ള ആളുകളുടെ കൂടെ ചെന്നിരിക്കണം. അവരുടെ സ്വലാത്ത്, അവർ ചൊല്ലുന്ന അവരുടെ ഇബാദത്ത്, അവർ ഹബീബിനെ കുറിച്ച് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി, ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവരത് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ, സത്യമല്ലേ? അത് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ, അത് തിന്മ ഇഷ്ടപ്പെടുന്ന ആളുകൾ തിന്മയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന ഒരാൾക്കതായിരിക്കും പറയാം, കള്ളുകൂടി ഇഷ്ടപ്പെടുന്ന ഒരാൾക്കതായിരിക്കും പറയാം. നന്മ ഇഷ്ടപ്പെടുന്നവർ അതിനെക്കുറിച്ച് പറയും. നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അക്സറ മിൻ ദിക്രിഹി, ആ ആളെ നിങ്ങൾ കൂടുതലായി പറയൂലേ. അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും തങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളോട്, നമ്മുടെ ജോലിസ്ഥലത്ത്, നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ആ ഒരു ഹബീബിനെ കുറിച്ചുള്ള ദിക്ർ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം. അത് മഹബ്ബത്തിൻ്റെ ഒരു ഭാഗമാണ്. അള്ളാഹു നമ്മളെ മുഹിബ്ബീങ്ങളെ ചേർത്തി തരട്ടെ.